Dear students, we can start our new lesson, Unit 2, Food through Digestive Tract. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പാഠം ആഹാരം അന്നപഥത്തിൽ എന്ന ഈ ഭാഗം പഠിക്കാം. The lesson is starting with a question. Adityan is reading a question from the doubt box maintained by the Science Club. Plants which prepare and use food by themselves do not have a digestive system. Then why do we who receive food from plants have a digestive system? രണ്ടാം പാഠം തുടങ്ങുന്നത് തന്നെ സയൻസ് ക്ലബിൻ്റെ സംശയപ്പെട്ടിയിലെ ചോദ്യം ആദിത്യൻ വായിച്ചുകൊണ്ടാണ്. ആഹാരം സ്വയം നിർമ്മിച്ച് ഉപയോഗിക്കുന്ന സസ്യങ്ങൾക്ക് ദഹന വ്യവസ്ഥ ഇല്ല. എങ്കിൽ പിന്നെ അവയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്ന നമുക്കെന്തിനാ ദഹന വ്യവസ്ഥ? വാട്ട് റിപ്ലൈ ക്യാൻ യു ഗീവ്? നിങ്ങൾക്ക് എന്ത് മറുപടി ഈ ചോദ്യത്തിന് നൽകാനാകും? We can find out this question's answer at the end of this class. ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ആദിത്യൻ വായിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പറയാം. From where we get energy? We get energy from the food we eat. We get nutrients required for the life activities from the food we eat. എവിടെ നിന്നാണ് പ്രവൃത്തി ചെയ്യുന്നതിനാവശ്യമായ ഊർജം നമുക്ക് ലഭിക്കുന്നത്? പ്രവൃത്തി ചെയ്യുന്നതിനാവശ്യമായ ഊർജം നമുക്ക് ലഭിക്കുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. ആഹാരത്തിലൂടെയാണ് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. All of you look at the page 20. Here a table is given. Complete that table to point 1, nutrients and their function. എല്ലാവരും പേജ് നമ്പർ 20 നിരീക്ഷിക്കുക. അതിൽ ഒരു പട്ടിക പൂർത്തിയാക്കാനായിട്ട് തന്നിട്ടുണ്ട്. പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളും ഉൾപ്പെടുത്തി പട്ടിക 2.1 പൂർത്തിയാക്കുക. What are the nutrients we get from food? They are carbohydrate, protein, fat, minerals, vitamins and water. ഏതെല്ലാം പോഷക ഘടകങ്ങളാണ് നമുക്ക് ആഹാരത്തിലൂടെ ലഭിക്കേണ്ടത്? ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിനുകൾ, ജലം. Now we can study what are the functions of the different types of nutrients. ഇനി നമുക്ക് ഭക്ഷണത്തിലെ വിവിധ പോഷക ഘടകങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാം. What are the functions performed by the nutrients in our body? നമ്മുടെ ശരീരത്തിൽ പോഷക ഘടകങ്ങൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? The first nutrient is carbohydrate. What is the function of carbohydrate? Carbohydrate produces energy. Energy production. എന്താണ് ധാന്യകത്തിൻ്റെ ധർമ്മം? ധാന്യകം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു.
അതായത് ഊർജോൽപാദനം. What is the function of protein? Protein helps in the building up of body tissues. എന്താണ് മാംസ്യത്തിൻ്റെ ധർമ്മം? മാംസ്യം ശരീരകലകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മാംസ്യത്തെ പറയുന്ന പേരാണ് പ്രോട്ടീൻ. അപ്പോൾ എന്താണ് പ്രോട്ടീൻ എന്ന പോഷക ഘടകത്തിൻ്റെ ധർമ്മം? ശരീരകലകളുടെ നിർമ്മാണം. The third nutrient is fat. What is the function of fat? Energy production. മൂന്നാമത്തെ പോഷക ഘടകമാണ് കൊഴുപ്പ്. എന്താണ് കൊഴുപ്പ് എന്ന പോഷക ഘടകത്തിൻ്റെ ധർമ്മം? ഊർജോൽപാദനം. The fourth nutrient is minerals. What is the function of minerals? Minerals controls all life activities. നാലാമത്തെ പോഷക ഘടകമാണ് ധാതുക്കൾ. എന്താണ് ധാതുക്കളുടെ ധർമ്മം? ധാതുക്കൾ ജീവൽ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. The fifth nutrient is vitamins. What is the function of vitamin? Vitamins control all life activities. It helps the life activities. അഞ്ചാമത്തെ പോഷക ഘടകമാണ് വിറ്റാമിനുകൾ. എന്താണ് വിറ്റാമിനുകളുടെ ധർമ്മം? അവ ജീവൽ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു, നിയന്ത്രിക്കുന്നു. The sixth nutrient is water. What is the function of water? Water facilitates all life activities. ആറാമത്തെ പോഷക ഘടകമാണ് ജലം. എന്താണ് ജലത്തിൻ്റെ ധർമ്മം? ജലം ജീവൽ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ സഹായിക്കുന്നു. Do the food material we eat are directly absorbed into our body? No. The food materials we eat are not absorbed directly as such by our body. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം അതേപടി നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം അതേപടി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. Can you say the name of the process of converting complex food materials into simple forms? Answer: digestion. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം: ദഹനം. What happens to the food materials that we eat? The food materials we eat undergo digestion. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ദഹനത്തിന് വിധേയമാക്കുന്നു. What is digestion? Digestion is the process of converting complex food materials into simple absorbable forms. എന്താണ് ദഹനം? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന വിധത്തിൽ
ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. So in digestion, the complex food materials are converted into simple forms. അപ്പോൾ എന്താണ് ദഹനം? ദഹനത്തിൽ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങൾ ലഘു ഘടകങ്ങളാക്കി മാറ്റപ്പെടുന്നു. For the digestion of food materials, we need a digestive system. ഭക്ഷണത്തിൻ്റെ ദഹനം നടക്കണമെങ്കിൽ നമുക്കൊരു ദഹന വ്യവസ്ഥ ആവശ്യമാണ്. All of you examine the figure 2.1 and identify and label the parts of the digestive system in page number 20. എല്ലാവരും പേജ് 20 നൽകിയിട്ടുള്ള ചിത്രം പരിശോധിക്കുക. ചിത്രം 2.1 ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്തുക. You have already studied the different parts of the digestive system. ദഹന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. Can you say them in order? നിങ്ങൾക്ക് അവയുടെ പേരുകൾ ക്രമമായി പറയാൻ സാധിക്കുമോ? They are mouth, esophagus, stomach, small intestine, large intestine, rectum and anus. അവയാണ് വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം. The complex food materials are converted into simple absorbable forms at the different parts of the digestive system. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ലഘു ഘടകങ്ങളാക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വച്ചാണ്. In the last lesson, we have studied that the glucose is converted into starch and it is again converted to sucrose, which undergo metabolic activities and they are stored in different forms in various plant parts. കഴിഞ്ഞ പാഠത്തിൽ സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നുവെന്നും അവ അലേയമായ അന്നജ രൂപത്തിൽ ഇലകളിൽ സംഭരിക്കപ്പെടുന്നുവെന്നും ഈ അന്നജം പിന്നീട് സൂക്രോസായി മാറി മറ്റു സസ്യഭാഗങ്ങളിലെത്തി വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുന്നു എന്നും നാം മനസ്സിലാക്കി. Do you now know to say the answer of the question read by ആദിത്യൻ? ഇപ്പോൾ നിങ്ങൾക്ക് ആദിത്യൻ വായിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുമോ? Why do we who receive food from plants have a digestive system? സസ്യങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്ന നമുക്കെന്തിനാ ദഹന വ്യവസ്ഥ? The food materials we eat are not absorbed as such by our body. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം അതേപടി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നില്ല. The food prepared by the plants are complex food materials. സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളാണ്. These complex food materials
are to be converted into simple absorbable forms. Then only our body can absorb these materials. ഇവ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റിയാൽ മാത്രമേ അവ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. For this, digestion is necessary. Digestion is only possible when there is a digestive system. ഇതിന് ദഹനം ആവശ്യമാണ്. ദഹനം നടക്കണമെങ്കിൽ ദഹന വ്യവസ്ഥയും ആവശ്യമാണ്.